How to make a pen stand with ice cream stick. അപ്പോഴേ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഒരു അടിപൊളി പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബുക്ക് സ്റ്റോളിൽ നിന്ന് ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും. നോർമലായിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്കും കിട്ടും, കളേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്കും കിട്ടും. പക്ഷേ ഇത് എൻ്റെ അമ്മയുടെ ഫ്രണ്ട് തെരേസ ടീച്ചർ എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നതാണ്. അത് കഴിഞ്ഞ് 8 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഒരേ അകലത്തിൽ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്ലൂ ഇങ്ങനെ ഓരോ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെയും 2 സൈഡിലും ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കളേർഡ് ഐസ്ക്രീം സ്റ്റിക്കോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്കോ സൈഡിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ റെഡ് കളർ ഐസ്ക്രീം സ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സും കൊടുക്കാം. ഇതുപോലെ നമ്മൾ 5 സെറ്റ് ഉണ്ടാക്കണം. അങ്ങനെ 5 സെറ്റ് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് കളേർഡ് ഐസ്ക്രീം സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 റെഡും 2 ബ്ലൂവും കൊടുക്കാം, അല്ലെങ്കിൽ 2 മാച്ചിങ് കളേഴ്സ് കൊടുക്കാം. ഇപ്പോൾ നോർമൽ ആണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അതിൽ പെയിൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നോർമലായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉണ്ടാക്കുന്ന ബോട്ടമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കളേർഡ് ഐസ്ക്രീം സ്റ്റിക്ക് 4 സൈഡ്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവർ ബോട്ടമിന് കളേർഡ് ഐസ്ക്രീം സ്റ്റിക്ക് കൊടുക്കണ്ട. ഇപ്പോൾ കാണിക്കുന്ന പോലെ അത് 4 സൈഡിലും ഒട്ടിക്കണം. ഇപ്പോൾ ഒട്ടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഫെവിക്കോൾ അവിടെ കൊടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ആ ബോട്ടമിലേക്ക് അത് എടുത്ത് പ്ലേസ് ചെയ്ത് വെച്ച് അതിലേക്ക് ഒട്ടിക്കാവുന്നതാണ്. 4 സൈഡും ഫെവിക്കോൾ വെച്ച് ജോയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്, കാണുന്ന പോലെ ഈസി അല്ല. നിങ്ങൾക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്.
അങ്ങനെ 4 സൈഡും ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കളേർഡ് ഐസ്ക്രീം സ്റ്റിക്ക് പുറമേ കാണുന്ന പോലെ ഒട്ടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് അതിനൊരു ഡെക്കറേഷന് വേണ്ടി നമുക്ക് ഒരു റിബൺ ഇങ്ങനെ അതിൽ കെട്ടിക്കൊടുക്കാം. നല്ല ഡെക്കറേറ്റീവായിട്ട് കെട്ടിക്കൊടുത്താൽ അതിനെ കൂടുതൽ മനോഹരമാക്കും. അത് കഴിഞ്ഞ് സ്കെച്ചോ പെൻസിൽ കളേഴ്സോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ നമ്മുടെ പെൻ സ്റ്റാൻഡ് റെഡിയായി. അപ്പോൾ ബൈ ബൈ.